ഹലോ എവ്രി വൺ, സോ വെൽക്കം ബാക്ക്. ആൻഡ് ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു വർലി പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. വെരി സിമ്പിൾ വൺ. ഓക്കെ, ഡേ ടു ഡേ ലൈഫിലുള്ള നമ്മൾ മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് വർലി ഈസ് ഒരു പ്രോപ്പർ നമ്മുടെ എന്താ പറയുക ട്രൈബൽ ലൈഫ് സ്റ്റൈലാണ് കാണിക്കുന്നത്. സോ ഐ ഹവ് ടേക്കൺ ദിസ് എൻ്റയർ പേജ് എടുത്തിട്ടുണ്ട്. ഈ പേജിന് ആസ് യു കെൻ സീ ഞാൻ രണ്ടാക്കി ഡിവൈഡ് ചെയ്യും. സോ വിൽ ബി ഡൂയിങ് വൺ ഹിയർ ആൻഡ് വൺ ഹിയർ. ഓക്കെ, രണ്ട് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടാവും. സോ ഐ ഡിവൈഡഡ് ഇറ്റ് ഇൻ ടു രണ്ടാക്കി ഡിവൈഡ് ചെയ്യും. ഇനി നമ്മൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ ഡ്രോ ചെയ്യാൻ പോകുന്നത് ഒരു മദർ ആൻഡ് ചൈൽഡ്, ഒരു ഡെയിലി ഒരു വർക്കും ലൈക്ക് കിച്ചൺ വർക്ക്സ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തിനെങ്കിലും പോയിട്ട് വരുന്ന ഒരു സീനാണ് കേട്ടോ. പോയിട്ട് വരുന്ന സെൻസ് ഷീ ഹാവ് എ തിങ് ഇൻ ഹർ ഹെഡ്, അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതാണ് ചെയ്യുന്നത്. സോ ഐം ഗോണ ഡ്രോ ദ ഫസ്റ്റ് ബോഡി, അതായത് വിച്ച് വിൽ ബി ദ മദേഴ്സ് ബോഡി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് മദറിൻ്റെ ബോഡി വരയ്ക്കാം. കുറച്ച് വലുതാക്കിയിട്ടാണ് വരയ്ക്കുന്നത്. അഡീഷണൽ വൺസൊക്കെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാം കേട്ടോ. സോ ദിസ് ഇസ് ഗോണ ബി ദ മദേഴ്സ് ബോഡി. ആൻഡ് ഇതിൽ ലെഗ് ഇസ് ഗോണ ബി ഈ ഡയറക്ഷനിലേക്കാണ് വാക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഡയറക്ഷനിലേക്ക് നമ്മൾ വരയ്ക്കുന്നുണ്ടാവും. ആൻഡ് നെക്ക് വരച്ചു. ആൻഡ് ഐ എം ഗോണ ഗിവ് ഹർ എ ഹെഡ്, നല്ലൊരു ഹെഡ് വരച്ചു. ആൻഡ് നമ്മൾ മദർലി ഫിഗർ ആണെന്ന് പറഞ്ഞു. സോ ഇറ്റ്സ് എ വിമൻ, നമ്മളിത് ഇവിടെ വരച്ചു. ആൻഡ് ഞാനിവിടെ ഒരു ചെറിയ എക്സസറി ഹെഡിൽ കൊടുക്കുന്നുണ്ട് ലൈക്ക് ദിസ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ചൈൽഡ് വരയ്ക്കാം. ചൈൽഡ് എന്ന് പറയുമ്പോൾ ഇതേ ലെങ്ത് തന്നെ ലെഗ് വരയ്ക്കണം. സോ ഞാൻ ഇവിടെ നിന്നാണ് ചൈൽഡിൻ്റെ ബോഡി വരയ്ക്കുന്നത് കേട്ടോ. ഉണ്ടോ, ബോഡി വരച്ചു. ഇനി ലെഗ് സെയിം സൈസ് ഇവിടെ വരെ വരും. എന്നിട്ട് ലെഗ് വരച്ചു. ആൻഡ് ഇനി ഹെഡ്, ചെറിയ കഴുത്തും ചെറിയൊരു ഹെഡും നമ്മൾ വരച്ചു. ആൻഡ് ഇതിൽ നമ്മൾ ലെറ്റ്സ് ഗിവ് ഒരു ചെറിയ ഇങ്ങനെ രണ്ട് ഭാഗവും ഇങ്ങനെ മുടി കെട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ഒരു ചേഞ്ച് ഓഫ് ഇതിന് അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇവരുടെ ഹാൻഡ് തമ്മിൽ ജോയിൻ ചെയ്യണം. സോ ഐ എം ജസ്റ്റ് ഡ്രോയിങ് എ സ്ട്രെയിറ്റ് ലൈൻ. എന്നിട്ട് ഇതുണ്ടോ ഇങ്ങനെ താഴേക്കാക്കി. സോ ദിസ് ചൈൽഡിൻ്റെ ഹാൻഡ് ഇവിടേക്ക് ഇങ്ങനെ ജോയിൻ്റ് ആവും. ഓക്കെ, അങ്ങനെ ഇവിടെ ജോയിൻ്റ് ആവുന്നുണ്ട്. ഞാൻ അവിടെ ഒരു ഡോട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഓൾറൈറ്റ്, ഇനി നമുക്കിതിൽ എക്സ്ട്രാ വർക്ക്സ് ഉണ്ട് വിച്ച് വിൽ ഡു ഇറ്റ് ഇൻ ദ ലേറ്റർ സ്റ്റേജ്. ഇനി ഇപ്പുറത്തെ ഹാൻഡ് ആസ് യൂഷ്വൽ നമ്മളിതാ ഇങ്ങനെ ഒരു ജെസ്ചറിലേക്ക് കൊണ്ടുപോകും. ആൻഡ് ഈ ലേഡിയുടെ ഇപ്പുറത്തെ ഹാൻഡും ആ ഹാൻഡിന് തൊട്ട് മുന്നേ വി ഹാവ് ടു ഡ്രോ സംതിങ് എൽസ്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇവിടെ വരയ്ക്കാൻ പോകുന്നത് ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ. സോ ജസ്റ്റ് ഡ്രോയിങ് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൻ്റെ ഒരു ഹാഫ് ഓപ്പൺഡ് ആയിട്ടുള്ള ഓവൽ ഷേപ്പ് വരച്ചു. ഓക്കെ, ആൻഡ് അതിനെ ഒന്ന് ക്ലോസ് ചെയ്തു. ഇനി ഇപ്പുറത്തും കൂടെ അതിനൊരു ഓപ്പൺ കൊടുക്കുകയാണ്. സോ ദിസ് ഇസ് എ ബാസ്ക്കറ്റ്. ഇനി ബാസ്ക്കറ്റിന് നമുക്ക് കുറച്ച് വർക്ക്സ് ഒക്കെ കൊടുക്കണം. ഞാൻ എന്താ ഇങ്ങനെ ലൈൻസ് കൊടുത്തു. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും നിറയെ ലൈൻസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ചെക്ക് മോഡലായി. ഓക്കെ, ഇനി ഈ ലേഡിയുടെ ഹാൻഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് പോയിട്ട് ഇതിലേക്കാണ് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ ഒരു വർക്കൊക്കെ കഴിഞ്ഞ് ട്രൈബൽ പീപ്പിളാണെന്ന് ഞാൻ പറഞ്ഞു. വർക്ക് കഴിഞ്ഞ് അവർ നടന്ന് വരുന്ന ഒരു ഫീൽ കിട്ടി. ഇനി ലെറ്റ്സ് ഡു ഇറ്റ്സ് ഫില്ലിങ്സ് ഒക്കെ നമ്മൾ യൂഷ്വലി ചെയ്ത പോലെ അല്ല. ഐ എം ഗോണ ഡു സംതിങ് ഡിഫറെൻറ്റ്. ഞാൻ ആദ്യം ഈ ബോഡിക്ക് ഔട്ട്ലൈൻ കൊടുത്തു. ലേഡിയുടെ ബോഡി കൊടുത്തു. ഇത്രയും കൊടുത്തു. ഇനി നമുക്കതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്യാൻ യു ക്യാൻ യൂസ് എ സ്കെച്ച്, ബ്രഷ് പെൻ, എനിത്തിങ് യൂസ് ചെയ്യാം. യൂസിങ് മാർക്കേഴ്സ്. ഇപ്പോൾ എനിക്ക് റെഡിലി എൻ്റെ ഹാൻഡിൽ കിട്ടിയത് അതാണ്. സോ യൂസിങ് മാർക്കേഴ്സ് ഇറ്റ് ഇസ് ഫൈൻ. യു ക്യാൻ യൂസ് എനി കളേഴ്സ്. ഇത് പ്രിഫറബിളി ബ്ലാക്ക് തന്നെ കൊടുക്കൂ, വേറെ ഒന്നല്ല. നമ്മളതിൽ ഇനി പോവേ ഡിഫറെൻറ്റ് പെയിൻറ്റിങ്സ്, ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിന് ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യുമെന്ന് പറയാൻ കാരണം. സോ വിൽ ഗോ ഇൻ ദറ്റ് ആ ഒരു കളർ കോമ്പിനേഷൻസിൽ പോവാം. സോ ദിസ് ഇസ് ഡൺ. ഇനി ഇവിടെ ഞാൻ ഹാൻഡും കൊടുത്തു, ഇവിടെയും ഹാൻഡും കൊടുത്തു. ഇനി ഈ ഹാൻഡിൽ നമുക്ക് കുറച്ച് ബാംഗിൾസൊക്കെ വരയ്ക്കാം. ആ ബാംഗിൾസ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ ലൈൻസ് ഒരു 3 ലൈൻസ് ഇട്ട് കൊടുത്താണ്. ചെറിയ ചെറിയ ലൈൻസ്.
അതാണ് ദ വേ വി റെപ്രസെൻറ്റ് അവരുടെ കയ്യിൽ ബാംഗിൾസ് ഉണ്ടെന്നുള്ളത്. ഇനി സെയിം ആസ് നമ്മൾ ലെഗ്സും കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ആങ്ക്ലെറ്റ് ഓൾസോ കൊടുക്കാം. ആ ആങ്ക്ലെറ്റിന് ഞാൻ എന്താ ഒരു ലൈന്, ഒരു ഡബിൾ ലൈൻ ഇട്ട് കൊടുക്കാം. കണ്ടോ? സോ അവിടെ ഒരു ആങ്ക്ലെറ്റ് ഒരു വർക്ക് ഉണ്ടെന്നുള്ളത് അറിയാം. ഇനി I'm gonna start with the head part and അതിൻ്റെ ആക്സസറി പാർട്ട്. പിന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു ബാസ്ക്കറ്റാണ്. ഇത് നമ്മൾ ഓപ്പൺ ആക്കി വെക്കുന്നില്ല, അവിടെ ഓൾസോ നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇത്രയും ഭാഗം ഫില്ല് ചെയ്തു. ഇനി we gonna do the same with the child. With the child body ഫസ്റ്റ് നമുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വീൽ ജസ്റ്റ് ഫിൽ ഔട്ട്. ഈ ഇവർ ഹാൻഡ് ഹോൾഡ് ചെയ്ത് അവിടെ ഞാനൊരു ഡോട്ട് നന്നായി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ ബ്രേക്കായിപ്പോയി. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ലെഗും ഹാൻഡും കൂടെ വരയ്ക്കാം. സിൻസ് ഇറ്റ്സ് എ ഗേൾ ചൈൽഡ് നമുക്ക് അവിടെ ഒരു ആംഗ്ലെറ്റും ബാംഗിൾസൊക്കെ ഇട്ട് കൊടുക്കാം. ഇഫ് യു വാണ്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വരച്ച ഹെഡിനൊക്കെ അങ്ങനെ കളർ ചെയ്തു. ഇനി ലെറ്റ്സ് ഫിൽ ദ കളർ ഇൻസൈഡ്. ഇനി നമ്മൾ വളരെ സിമ്പിളായിട്ടല്ലേ വരച്ചത്. സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് കുറച്ച് ഡെക്കറേഷൻസ്. ഞാൻ ഈ മാർക്കർ തന്നെ യൂസ് ചെയ്യുന്നത്, യൂസ് പെൻസിൽ ബിഫോർ ദാറ്റ്. ഇവർ നടക്കുന്നത് ഒരു ഗ്രാസ് ഏരിയ എന്ന് അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ലൈൻസും കാര്യങ്ങളും കേട്ടോ. ഇങ്ങനെ കുറച്ച് പ്ലാന്റ്സ് അവിടെ ഇവിടെ ഉണ്ട് എന്നുള്ളത് കാണിക്കും. ഇങ്ങനെ ഇതിൽ നടക്കുന്ന ഈ താഴെ ഭാഗത്ത് നമ്മൾ വരച്ചു. ഇനി മുകളിലും കൂടെ നമുക്കൊരു പ്ലാന്റ് വരയ്ക്കാം കേട്ടോ. സോ അതെങ്ങനെയാണ് ഞാൻ ഈ കോർണറില്ലേ, നമ്മുടെ ഈ മുകളിലെ കോർണറിൽ ഞാൻ ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ താഴത്തോട്ട് ഒരു ലൈൻ വരച്ചു. ആ ലൈൻ വരച്ചിട്ട് ഇത് നിങ്ങളുടെ സ്കെച്ചോ സിമ്പിളായിട്ടുള്ളത് മതി കേട്ടോ. ഇവിടെ ഇങ്ങനെ 2 ലൈൻ താഴത്തോട്ട് ഇവിടത്തേക്ക് ഒരു ലൈൻ, 2 ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ സ്കെച്ചോ ബ്രഷ് പെൻ ആണെങ്കിലും മതി. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കണം 2 ഭാഗത്തേക്ക് കേട്ടോ. ഒരു ചെറിയ പ്ലാന്റിൻ്റെ ഇത് വന്ന പോലെ ഇങ്ങനെയാണ് ഓവറോൾ പെയിൻറ്റിങ് ഉണ്ടാകും. ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മൾ ബേസിക്കലി നമ്മൾ ഇത് വരയ്ക്കാനാണ് പഠിക്കുന്നത്. ഇങ്ങനെ ഒരു ഹാൻഡൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ എങ്ങനെ വരാം എന്നുള്ളതാണ് ഇന്നിതിൽ പഠിക്കുന്നത്.